നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയുടെ സാന്നിധ്യം മൂലം ചാലക്കുടിയിൽ ജനങ്ങൾ ഭീതിയിൽ. പുലിയെ പിടികൂടാൻ വ്യാപക പരിശോധന. തൃശൂരിൽ MDMA തൂക്കി വിറ്റതിന് പിടിയിലായ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മനങ്കോടി സ്വദേശി ആൽവിനാണ് ബാംഗ്ലൂരിൽ തെളിവെടുപ്പിനിടെ രക്ഷപ്പെട്ടത്. ഹണി ട്രാപ്പിലൂടെ പണം അപഹരിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയെ ശിക്ഷിച്ചു. കൊല്ലം സ്വദേശിനി സുജിത ജേക്കബിന് തൃശൂർ 3ാം അഡീഷണൽ സെഷൻ കോടതി 4 വർഷം തടവും 10 ലക്ഷം രൂപയും വിധിച്ചു. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കരാട്ടെ ട്രെയിനർക്ക് 23 വർഷം കഠിന തടവ്. അയ്യന്തോൾ സ്വദേശി കുണ്ടോളി വീട്ടിൽ സുരേഷ് കുമാറിനെയാണ് തൃശൂർ പോക്സോ കോടതി ശിക്ഷിച്ചത്. മതിലകം ഇരട്ട കൊലപാതക കേസിൽ പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. ശംഖുബസാർ സ്വദേശികളായ പുളിപ്പറമ്പിൽ മിട്ടു എന്ന രശ്മിത്, ചള്ളിയിൽ വീട്ടിൽ ദേവൻ എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ മധ്യവേനൽ അവധിക്കായി അടച്ചു. SSLC പരീക്ഷ 26-നും 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളുടെ പരീക്ഷ 27-നും പൂർത്തിയായിരുന്നു. ദേശമംഗലം കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ തല്ലിച്ചതച്ചു. കൊണ്ടയൂർ സ്വദേശി സുരേഷാണ് അമ്മ ശാന്തയെ മരവടി കൊണ്ട് തല്ലിച്ചതച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓൺലൈൻ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി K-സ്മാർട്ട് സോഫ്റ്റ്വെയർ സംവിധാനം ഏപ്രിൽ 1 മുതൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഏർപ്പെടുത്തും. മാർച്ച് 31 മുതൽ ഏപ്രിൽ 5 വരെ പൊതുജനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷകൾ നൽകാൻ കഴിയില്ല. കാഞ്ഞിരക്കോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കവുങ്ങുകൾ മുറിച്ചിട്ട് അടയ്ക്ക മോഷ്ടിച്ചതായി പരാതി. പരാത്തുകുളം ചൊവ്വല്ലൂർ ബാബുവിന്റെ പറമ്പിലെ 5 കവുങ്ങുകളാണ് മുറിച്ചു നശിപ്പിച്ചിരിക്കുന്നത്. കണ്ടശാം കടവ് അങ്ങാടിയിലെ മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. കോഴിക്കടകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് മണലൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകി. ചേരമാൻ ജുമാ മസ്ജിദിൽ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മഹൽ പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. 10 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കരിച്ചാൽ കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ പുരോഗതി AC മൊയ്തീൻ MLA വിലയിരുത്തി. പാലത്തിന്റെ അവസാന സ്ലാബ് ഏപ്രിൽ 7-ന് കോൺക്രീറ്റ് നടത്തും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി BBA LLB പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ശ്രദ്ധ സുരേന്ദ്രനെ CPI അരിമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉപഹാരം കൈമാറി. അരിമ്പൂർ കൈപ്പള്ളി റോട്ടിൽ നിന്നും 75-കാരനെ കാണാതായതായി പരാതി. ഏറനാട്ടിൽ വീട്ടിൽ രാജൻ ശങ്കരനാരായണയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത്. 100 വയസ്സിന്റെ നിറവിലെത്തിയ CPM നേതാവ് NK മാധവന് ജന്മനാടിന്റെ സ്നേഹാദരം. ആദരവ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം വിജിലൻസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കി. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചതിന് വല്ലച്ചിറ സ്വദേശി അമർജിത്തിൽ നിന്ന് 10,000 രൂപയും പുച്ചിനിപ്പാടം സ്വദേശി മനോജിൽ നിന്നും 5,000 രൂപ പിഴ ഈടാക്കി. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വെങ്കിടങ്ങ് മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കൊടകര കുഴൽപ്പണ കേസിൽ EDയുടെ നിലപാട് BJP നേതാക്കളെ സംരക്ഷിക്കുന്നതെന്ന് ആരോപിച്ച് CPM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടകര തേശ്ശേരി ചിക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഈ മാസം 31 മുതൽ ഏപ്രിൽ 6 വരെ ആഘോഷിക്കും. ഏപ്രിൽ 1-ന് പൊങ്കാല, ഏപ്രിൽ 5-ന് പള്ളിവേട്ട, എഴുന്നള്ളിപ്പ്, 6-ന് ആറാട്ട് എന്നിവ നടക്കും. കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റായി KS ബിനോയിയെയും സെക്രട്ടറിയായി CP രമേശിനെയും തെരഞ്ഞെടുക്കപ്പെട്ടു. കൊടകര കള്ളപ്പണ കേസിൽ EDക്കെതിരെ മുദ്രാവാക്യമുയർത്തി CPM ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടകര കുഴൽപ്പണ കേസിൽ EDയുടെ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകൾക്കെതിരെ CPM ചിറ്റാടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചിറ്റാടുകര കിഴക്കേയിൽ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു.
മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന ശ്രീഷോർ അന്താരാഷ്ട്ര വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി വോളിബോൾ താരസംഗമം സംഘടിപ്പിക്കും. മതിലകം OLF ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കൊടകര കുഴൽപ്പണ കേസിൽ ഇഡിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് CPM പാവറട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി നടത്തി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏനമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾ യൂണിഫോം വസ്ത്രങ്ങൾ സ്കൂളിന് തിരിച്ചു നൽകി. ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായാണ് വസ്ത്രദാനം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടറായി ഏനമാക്കൽ സ്വദേശി KG സ്റ്റാലിനെ തിരഞ്ഞെടുത്തു. ഓൾ കേരള ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ് സ്റ്റാലിൻ. സമഗ്ര ശിക്ഷ കേരളം BRC കൊടുങ്ങല്ലൂരിലെ നേതൃത്വത്തിൽ എഴുത്തുകൂട്ടം വായനക്കൂട്ടം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ V സോമകുമാരന് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് ചാവക്കാട് നഗരസഭ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ നടന്നു. NK അക്ബർ MLA തറക്കല്ലിടൽ നിർവഹിച്ചു. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ശുചീകരിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ഞാൾ പഞ്ചായത്തിന്റെ മുന്നിൽ പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പൊതുകുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം കാഞ്ഞിരക്കോട് പരാത്തുകുളത്തിൽ മത്സ്യങ്ങളെ നിക്ഷേപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. മുരളി പെരുന്നള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. CPM ചന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി GLP സ്കൂൾ പരിസരം ശുചീകരിച്ചു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് സൗജന്യമായി നൽകി. ഭാരവാഹികളായ റെജി വിളക്കാട്ടുപാടം, റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ രാജ്യാന്തര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്ക് ഒരുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗേലോ ഇന്ത്യ സ്കീമിൽപ്പെടുത്തി 400 മീറ്റർ 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായി 9.5 കോടി രൂപയാണ് ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം തുടങ്ങി. നെയ് സമർപ്പണത്തിൽ വിവിധ ദേശങ്ങളിലേക്കുള്ള 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.